നമസ്കാരം. LDFിനെതിരെ രൂക്ഷ വിമർശനവുമായി UDF കൺവീനർ MM ഹസൻ. CPMന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു. CPM പിരിച്ചുവിടേണ്ട സമയമായെന്നും MM ഹസൻ വിമർശിച്ചു. CPMനെതിരെ ബിനോയ് വിശ്വം നടത്തിയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് MM ഹസന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വഴിമാറിയുള്ള CPM നേതൃത്വത്തിന്റെ സഞ്ചാരത്തിന് അണികളുടെ പിന്തുണയില്ലെന്ന് CPM ജില്ലാ കമ്മിറ്റികളിലെ വിമർശനങ്ങളിലൂടെ അടിവരയിടുന്നു. ഇതിലുള്ള പ്രതിഷേധവും സ്വന്തം നേതാക്കളോടുള്ള അവിശ്വാസവും കാരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യാൻ CPM അണികൾ തന്നെ തീരുമാനിക്കുന്നത്. CPMന്റെ അസ്ഥിവാരം തോണ്ടുന്ന ഗുരുതരമായ ആരോപണമാണ് CPMന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഉന്നയിക്കുന്നത്. സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ആർജവവും ധൈര്യവും മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും കാണിക്കണമെന്നും MM ഹസൻ പറഞ്ഞു. മനു തോമസിന്റെ വെളിപ്പെടുത്തലിലൂടെ CPMന്റെ അന്ത്യത്തിന് ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിന്ന് തന്നെ തുടക്കം കുറിച്ചെന്ന് വ്യക്തമാണ്. CPM നേതൃത്വത്തിലുള്ള ക്രിമിനൽ ക്വട്ടേഷൻ മാഫിയ ബന്ധങ്ങളുള്ള ഉള്ളറകളെ സംബന്ധിച്ച് തുറന്ന പറച്ചിലുകളാണ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു തോമസ് നടത്തിയിരിക്കുന്നത്. വർഷങ്ങളായി UDF ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മനു തോമസിന്റെ ആരോപണത്തിലൂടെ അതിന്റെ ഭീകരത പൊതുസമൂഹത്തിന് കൂടുതൽ ബോധ്യമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് മുതൽ CPM നേതാക്കൾക്ക് സ്വർണത്തോടുള്ള അഭിനിവേശം പുറത്തു വന്നിരിക്കുകയാണ്. അത് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് മനു തോമസ് തന്റെ ആരോപണങ്ങളോടെയെന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. അതേസമയം സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ബന്ധത്തെ തുടർന്ന് ബ്രാഞ്ച് അംഗത്തെ CPM പുറത്താക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം എരമം സെൻട്രൽ ബ്രാഞ്ച് അംഗം സജേഷിനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. DYFI എരമരം സെൻട്രൽ മേഖലാ അംഗമാണ് സജേഷ്. അർജുൻ ആയങ്കി അടക്കമുള്ള സ്വർണം പൊട്ടിക്കൽ സംഘവുമായി സജേഷിന് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലന്റെ ഡ്രൈവർ കൂടിയായ സജേഷിന് പാർട്ടി സംരക്ഷണമൊരുക്കിയിരുന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നു. എന്നാൽ അന്നൊന്നും സജേഷിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നില്ല. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സജേഷും അർജുൻ ആയങ്കിയും അടക്കമുള്ള സംഘം പയ്യന്നൂർ കാനായിൽ സ്വർണം പൊട്ടിക്കാൻ എത്തിയത്. എന്നാൽ ഇവിടെ വെച്ച് നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് സജേഷിനെ പിടികൂടുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നത്.